അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പുകഴ്ത്തി പറഞ്ഞ ആ വിഭാഗം ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പുകഴ്ത്തി പറഞ്ഞ ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാർ, നമ്മളിൽ ചിലരെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആനിലൂടെ അല്ലാഹു നമ്മളെ വാഴ്ത്തുകയാണ്, പുകഴ്ത്തുകയാണ്. അല്ലാഹു നമ്മളെ കുറിച്ച് അവിടുന്ന് പുകഴ്ത്തി പറയുകയാണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പുകഴ്ത്തി പറഞ്ഞ വിഭാഗമാരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുമ്പോ പ്രവാചകന്റെ മുന്നിലിരിക്കുന്ന സ്വഹാബികൾ ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആരാ നബിയേ? ഈ പ്രപഞ്ചം മുഴുവൻ മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ ഈ ലോകത്തിന്റെ അധിപനായ എന്റെയും നിങ്ങളെയും പടച്ചറപ്പുണ്ടല്ലോ. ആ റബ്ബൊരു മനുഷ്യനെ സ്വാഗതം പറയണമെങ്കിൽ, ഒരാളെ വാഴ്ത്തി പറയണമെങ്കിൽ, ഒരാളെ പുകഴ്ത്തി പറയണമെങ്കിൽ അവന് സാധാരണ ഒരു മനുഷ്യനില്ലല്ലോ, അവന് സാധാരണ ഒരു പെണ്ണല്ലല്ലോ. പടച്ചവനെ അല്ലാഹു അത്ര ഇഷ്ടപ്പെട്ടവരെയല്ലേ അല്ലാഹു പുകഴ്ത്തി പറയുകയുള്ളൂ. ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പ് പുകഴ്ത്തി പറയണമെങ്കിൽ ആ മനുഷ്യൻ എത്ര വലിയ ഭാഗ്യവാനാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആരാണ് ഖുർആനിലൂടെ പടച്ചറപ്പ് പുകഴ്ത്തി പറഞ്ഞ വിഭാഗമാരാ? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഖുർആൻ ഇവിടുന്ന് ഖുർആനിലൂടെ അല്ലാഹു പുകഴ്ത്തിയ ആരെയും അറിയുമോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകല്ലേ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പടച്ചറപ്പ് പുകഴ്ത്തുകയാണ്. വബശിരിൽ മുഖ്ബിതീൻ, നബിയേ അവിടുന്ന് സന്തോഷവാർത്ത പറയണം നബിയേ. അവിടുന്ന് സന്തോഷമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറഞ്ഞു തരികയാണ്, മുഹബ്ബീങ്ങൾക്ക് സന്തോഷവാർത്ത പറഞ്ഞു കൊടുക്കു നബിയേ, മുഹബ്ബീങ്ങൾക്ക് സന്തോഷവാർത്ത പറഞ്ഞു കൊടുക്കു നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനിന്റെ മറ്റൊരു ഭാഗം എടുത്തു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് വഅഖ്ബതൂ ഇലാ റബ്ബിഹിം ഉലൈക അസ്ഹാബുൽ ജന്നah ഹും ഫീഹാ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറയുകയാണ്, മുഹബ്ബീങ്ങളെ കുറിച്ച് അവർക്ക് സന്തോഷവാർത്ത പറഞ്ഞു കൊടുക്കുകയാണ്, അവർക്ക് സന്തോഷവാർത്ത പറഞ്ഞു കൊടുക്കുകയാ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഉലൈക അസ്ഹാബുൽ ജന്നah ഹും ഫീഹാ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ചില ആൾക്കാരെ പുകഴ്ത്തി പറയുന്നുണ്ട്, അല്ലാഹു ചില ആൾക്കാരെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, അവര് സ്വർഗ്ഗത്തിന്റെ അവകാശികളാണ്, അവര് കാലാകാലം അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ അവകാശികളാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അവരാരാണെന്ന് നമുക്ക് പഠിക്കാം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു വാഴ്ത്തുകയും പുകഴ്ത്തുകയും അവര് സ്വർഗ്ഗത്തിന്റെ അവകാശികളാണെന്ന് അല്ലാഹുവിന്റെ ഖുർആനിലൂടെ അല്ലാഹു വ്യക്തമാക്കി തന്ന ആ മുഹബ്ബീങ്ങൾ എന്ന് പറയുന്ന ആ വിശിഷ്ട വിഭാഗം, ആ വിശിഷ്ട അതിഥികൾ, ആ വിശിഷ്ട ഗുണമുള്ളവർ ആരാണെന്ന് നമുക്ക് പഠിക്കാം. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ, അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനിലൂടെ അല്ലാഹു വാഴ്ത്തി പറഞ്ഞ, അല്ലാഹു പുകഴ്ത്തി പറഞ്ഞ സ്വർഗ്ഗത്തിന്റെ അവകാശി എന്ന് പറഞ്ഞ 4 വിഭാഗം ആൾക്കാരുണ്ട്.
അവർക്ക് 4 ഗുണങ്ങളുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അവരുടെ ഗുണങ്ങൾ എന്താ. അള്ളാഹു വാഴ്ത്തണമെങ്കിൽ, അള്ളാഹു ഒരാളെ പുകഴ്ത്തി പറയണമെങ്കിൽ അർഹതയില്ലാത്തവൻ അള്ളാഹു പറയുകയില്ല. ഒരാൾ അള്ളാഹു വാഴ്ത്തി പറയണമെങ്കിൽ, പുകഴ്ത്തി പറയണമെങ്കിൽ യോഗ്യതയില്ലാത്തവനെ പറയില്ല. നമ്മളെ എങ്ങനെ പറയൂ? കൈയിട്ട് വാരുന്നവനെയും കള്ളനെയും കൊള്ളക്കാരനെയും കൊലപാതകയെയും വളരെ മോശമായ ജീവിതം നയിക്കുന്നവനെയും നിസ്കരിക്കാത്തവനെയും ഖുർആൻ ഓതാത്തവനെയും കള്ളുകുടിക്കാത്തവനെയും വേണമെങ്കിൽ സ്റ്റേജിൽ വിളിച്ചു കയറ്റിയിരുത്തിയിട്ട് നമ്മൾ പറയും ഇവൻ മഹാനാ, ഇവൻ മഹാനാ എന്ന് നമ്മൾ പറയും. അത് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി. എങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു ഒരു മനുഷ്യനെ കുറിച്ച് അവൻ നല്ലവനാണ്, അവൻ സ്വർഗത്തിന്റെ അവകാശിയാണ് എന്ന് അള്ളാഹു പറയണമെങ്കിൽ അതിന് 4 യോഗ്യത വേണം. അള്ളാഹു ആ യോഗ്യത നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു ആ യോഗ്യത നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ അല്ല തന്നെ പറയുന്നുണ്ട് ആ 4 യോഗ്യത എന്താ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഈ പറയുന്ന 4 ഗുണങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മളെ കുറിച്ച് അല്ലാഹു പുകഴ്ത്തിയത്, നമ്മളെയാണ് അല്ലാഹു സ്വർഗത്തിന്റെ അവകാശി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഈ 4 ഗുണങ്ങൾ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ നിലനിർത്തുക. ഇല്ലയോ ഇന്നു മുതൽ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് പറഞ്ഞ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد. അൽഹംദുലില്ലാ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഏറ്റവും ചെറുപ്പക്കാരൊക്കെ പുറത്ത് നിൽക്കുക. പടച്ചവനെ എന്തിനാന്നറിയില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താന്ന് വെച്ചാൽ പുറത്ത് നിൽക്കുന്നവൻ പറയും സ്വർഗത്തിൽ പോകണമെന്ന്. ഈ പുറത്ത് നിൽക്കുന്നവരോട് ചോദിക്കുകയാ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? അവര് പറയും ഉസ്താദെ സ്വർഗത്തിൽ പോകണം. അല്ലേ? കണ്ണിന്റെ മുന്നിൽ സ്വർഗം കണ്ടിട്ട് കയറിയിരിക്കാത്തവനാ ഇനി അവിടുത്തെ സ്വർഗത്തിൽ പോവാ. കണ്ണിന്റെ മുന്നിൽ സ്വർഗം അല്ലാഹു കാണിച്ചു കൊടുക്കുന്നു. ഇത് ദുനിയാവിലെ സ്വർഗമാ. ദുനിയാവിൽ 2 സ്വർഗമേ ഉള്ളൂ. ഒരു സ്വർഗം ഇൽമു പറയുന്ന മജ്ലിസ്, രണ്ടാമത്തെ സ്വർഗം എവിടെ? അതങ്ങ് മദീനയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫിന്റെ അകത്ത് ഇങ്ങനെ അടയാളം വെച്ച്, ആ റൗള ശരീഫിന്റെ ചാരത്ത് അടയാളം വെച്ചിരിക്കുന്ന സ്ഥലം, അതാണ് സ്വർഗത്തിൽ ദുനിയാവിലെ 2ാമത്തെ സ്വർഗം. അല്ലാഹു പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ദുനിയാവിലെ സ്വർഗമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ സ്വർഗം കണ്ണിന്റെ മുന്നിൽ കണ്ടിട്ട് കയറാതെ ഇല്ലല്ല ഞാൻ വെളിയിലെ നിൽക്കുവല്ല. നിങ്ങൾ എത്ര പറഞ്ഞാലും കേറില്ല ഉസ്താദെ. മോനെ ചിലപ്പോ നാളെ ഇത് ഒറ്റ കാരണത്തിന്റെ പേരിൽ ഈ പുറത്തായി പോയ വലിയ പരിതാപകരമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ആ മുഖ്ബിതീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അവർക്കുള്ള ഗുണമെന്താ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുന്നു, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് വഅഖ്ബതൂ ഇലാ റബ്ബിഹിം ഉലൈക അസ്ഹാബുൽ ജന്നാ ഹും ഫീഹാ ഖാലിദൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് വാഴ്ത്തി പറഞ്ഞ, അതാ പുകഴ്ത്തി പറഞ്ഞ സ്വർഗ്ഗത്തിന്റെ അവകാശി എന്ന് അല്ലാഹു തന്നെ പരിചയപ്പെടുത്തിയ, കാലാകാലം അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കിടക്കുന്ന ആ ഭാഗ്യവാന്മാരാരെന്നറിയുമോ? അവരെ കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ കലാം തന്നെയാണ് പറയുന്നത്. അല്ലാഹു തന്നെയാണ് അടയാളം
പറയുന്നത്. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ അവകാശി എന്ന ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി തന്ന ആ ഭാഗ്യവാന്മാരെ കുറിച്ച് അല്ലാഹു തന്നെ പറഞ്ഞു തരികയാ. അവരുടെ അടയാളം എന്തെന്നറിയുമോ? അവരുടെ അടയാളം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെ പറയുകയാണ്. അവരുടെ അടയാളം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെ പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിലൂടെ അല്ലാഹു അവരുടെ അടയാളങ്ങൾ പറഞ്ഞു തരികയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അല്ലദീന ഇദാ ذكرallahu وجلت قلوبهم والصابرين على ما أصابهم والمقيمين الصلاة ومما رزقناهم ينفقون. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് 4 അടയാളങ്ങൾ പറഞ്ഞു തരികയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സ്വർഗ്ഗത്തിന്റെ അവകാശി എന്ന് പറഞ്ഞ മനുഷ്യനുണ്ടാകുന്ന 4 അടയാളങ്ങളുണ്ടല്ലോ. അവന്റെ 4 പ്രത്യേകമായ ഗുണങ്ങളെ കുറിച്ച് അല്ലാഹു പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോടും ഉമ്മമാരോടും പറയുകയാണ്, ഈ പറയുന്ന ഗുണങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടോ? ഈ പറയുന്ന അടയാളങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടോ? നീ ഭാഗ്യവാനാണ്, നീ അല്ലാഹ് ഇഷ്ടപ്പെട്ടവനാണ്, അല്ലാഹു വാഴ്ത്തി പറഞ്ഞവനാണ്, അല്ലാഹു ഖുർആനിലൂടെ പുകഴ്ത്തി പറഞ്ഞവനാണ്, അല്ലാഹു ഖുർആനിലൂടെ നീ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണെന്ന് അല്ലാഹു പറഞ്ഞിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അതിലെ ഒന്നാമതായിട്ട് അല്ലാഹു പറയുകയാ. അല്ലാഹു ഒന്നാമതായി പറഞ്ഞു തരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലദീന ഇദാ ذكرallahu وجلت قلوبهم. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെ പറയുകയാണ്, ഒരു മനുഷ്യന്റെ മുന്നിൽ അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയപ്പെട്ടാൽ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മുന്നിൽ അല്ലാഹ് എന്ന് അല്ലാഹുവിന്റെ പേര് പറയപ്പെട്ടാൽ, വജിലത് ഖുലൂബുഹും, അവന്റെ ഹൃദയങ്ങൾ പിടപിടയ്ക്കുകയാണ്, അവന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, അവന്റെ കണ്ണ് നിറയുകയാണ്. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയം പിടയ്ക്കുന്നുണ്ടോ എന്ന് പറയുമ്പോ ഒരു പേടി നിന്റെ ഹൃദയത്തിന്റെ അകത്ത് കടന്നു വരുന്നുണ്ടോ? ഈ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണെന്നുള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒന്നാമത്തെ അടയാളം, അവന്റെ മുന്നിൽ അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയപ്പെട്ടാൽ അവന്റെ ഹൃദയം പിടപിടയ്ക്കും, അവന്റെ കൈകാലുകൾ വിറയ്ക്കും, അവന്റെ കൺതടങ്ങൾ നിറഞ്ഞൊഴുകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ സദസ്സിലിരിക്കുന്ന നമ്മുടെ മുന്നിൽ ഒരു വട്ടമല്ല 1,00,000 പ്രാവശ്യം അല്ലാഹ് എന്ന് പറഞ്ഞ നമ്മുടെ ആരുടെയെങ്കിലും ഹൃദയം വിറയ്ക്കുമോ? നമ്മുടെ ആരുടെയെങ്കിലും കൈകാല് വിറയ്ക്കോ? അല്ലാഹ് എന്ന് 1 കോടി പ്രാവശ്യം പറഞ്ഞാലും നമ്മുടെ കണ്ണ് നിറയാറില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹനെ കുറിച്ചുള്ളൊരു ഭയം, ഒരു പേടി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുക. അങ്ങനെ ഒരു പേടി നമുക്കില്ലല്ലോ. അങ്ങനെ അല്ലാഹുവിനെ കുറിച്ചുള്ളൊരു പേടി ഉണ്ടായിരുന്നെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവർ, അതാണ് ഏറ്റവും കൂടുതൽ ഭയമുള്ളതാർക്കാ? ഖുർആൻ തന്നെ പറയുന്നു, ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതൊക്കെ ആലിമീങ്ങൾക്കും പണ്ഡിതന്മാർക്കും നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിച്ച നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാരെ കുറിച്ച് ചിന്തിച്ചു നോക്ക്. അവരുടെ മുന്നിൽ അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതി അവരുടെ കൈകാലുകൾ വിറയ്ക്കും. പേടിയ നമ്മൾ ഖുർആനിന്റെ ആയത്തുകൾ ഓതുമ്പോൾ ആരാ പേടിക്കുക? ആർക്കാണ് ഒരു അല്ലാഹനെ കുറിച്ചുള്ള ചിന്ത എനിക്കും നിങ്ങൾക്കുമുണ്ടോ? ആ അല്ലാഹനെ കുറിച്ചുള്ള ഒരു ഭയം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ ആരാകുമായിരുന്നു? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹനെ കുറിച്ചുള്ള ഭയമില്ല, പേടിയില്ല. ഈ ദുനിയാവിലെ ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്നത് മുഴുവനും നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ പോയി പറയേണ്ടവരാണെന്നുള്ള ഒരു ഓർമ്മ എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ നിസ്കാരം മുടക്കുകയില്ല, നമ്മൾ ഈ തോന്നിവാസം കാണിക്കുകയില്ല, കള്ളു കുടിക്കുകയും വ്യഭിചരിക്കുകയും
പലിശ തിന്നുകയും തോന്നിവാസങ്ങൾ കാണിക്കുകയും അള്ളാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്ന ഒരു വിഭാഗമാകാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുന്നു, അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഭയമുണ്ടല്ലോ, അള്ളാഹിനെ കുറിച്ചുള്ള ഒരു പേടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ചറപ്പുണ്ടല്ലോ, ഈ ദുനിയാവിൽ ചെയ്തു കൂട്ടുന്നത് മുഴുവനും അള്ളാഹു പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുമല്ലോ. ആ ബോധം എന്തേ സഹോദരാ നിനക്കില്ലാതെ പോയത്? എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, അള്ളാഹിനെ കുറിച്ചുള്ള പേടി എന്തേ നിനക്കില്ലാതെ പോയത്? നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് പടച്ചറപ്പിനെ കുറിച്ചുള്ള ഭയമില്ലല്ലോ, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, പലരും പറയാറുണ്ട്, ഉസ്താദേ നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നന്നാകാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നന്നാകാനുള്ള ഒരു എളുപ്പ വഴി എന്തെന്നറിയുമോ? 5 നയാ പൈസയുടെ കഷ്ടപ്പാടില്ല, 1 രൂപ പോലും നിങ്ങളെ ചിലവാക്കണ്ട. നിങ്ങൾക്ക് ആർക്കെങ്കിലും നന്നാകണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ സ്വഭാവങ്ങളൊക്കെ മാറ്റണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, അതിനുള്ള എളുപ്പ വഴി എന്തെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് അബൂദർ എന്ന് പറയുന്ന പാവപ്പെട്ടവനായ സ്വഹാബി കടന്നു വരികയാ. അബൂദർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, നന്നാകണം നബിയേ, എനിക്ക് നന്നാകണം നബിയേ. എന്റെ ജീവിതത്തിൽ എനിക്ക് അധികമായിട്ട് ഈ നന്മകൾ ചെയ്യണം നബിയേ. അതുകൊണ്ട് എനിക്ക് നന്നാകുന്നതിന് വേണ്ടി ഒരു വഴി പറഞ്ഞു തരുമോ? ആരാവെന്ന് ചോദിക്കുന്നത് അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയാ. അബൂദർ ആരെന്നറിയുമോ? കണ്ടുപിടിക്കുന്ന ചെറുപ്പക്കാരനല്ല, വിചരിക്കുന്ന ചെറുപ്പക്കാരനല്ല, അല്ലാഹുവിനെ ഭയമില്ലാത്ത ചെറുപ്പക്കാരനല്ല. ആരാണ് അബൂദർ എന്നറിയുമോ? അബൂദറിന്റെ മഹത്വം അറിയണമെങ്കിൽ, അബൂദറിന്റെ മഹത്വം എന്താണെന്നറിയണമെങ്കിൽ, അബൂദർ സാധാരണ ഒരു സഹാബിയല്ല. അബൂദർ റളിയല്ലാഹു തആല അൻഹു മറ്റു സഹാബികളെ പോലെ ഒരു സാധാരണ സഹാബിയല്ല. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്ഥാനം എന്തെന്നറിയുമോ? ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ആ അബൂദറിന്റെ സ്ഥാനം കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയല്ലോ. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും അവിടെ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അബൂദർ ഇങ്ങനെ നടന്നു പോകുന്നത്. അബൂദർ എന്ന് പറയുന്ന പാവപ്പെട്ട സ്വഹാബി ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു പോവുകയാണ്. ആ സമയത്ത് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, പോകുന്നത് അബൂദറല്ലേ നബിയേ? അവിടുന്ന് പേരെടുത്തിട്ട് ചോദിക്കുകയാണ്, പേര് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, പോകുന്നത് അബൂദറല്ലേ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും അവിടെ അത്ഭുതത്തോടെ കൂടെ ചോദിക്കുന്നു, ജിബ്രീലേ, അബൂദർ നിനക്ക് എങ്ങനെ അറിയാം? അബൂദർ നിനക്ക് എങ്ങനെ അറിയാം? അബൂദർ ആരാണ്? ആ പോകുന്നത് അബൂദർ ആണെന്ന് നിനക്ക് ആരാ പറഞ്ഞു തന്നത്? അബൂദർ നിനക്ക് പരിചയമുണ്ടോ? എങ്ങനെയാ സ്വഹാബികൾ നിനക്ക് പരിചയമുള്ളത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ അത്ഭുതത്തോടെ ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനോട് ചോദിക്കുമ്പോ അവിടെ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, പറഞ്ഞു കൊടുക്കുകയാണ്, ആകാശത്തിലുള്ള ഏത് മലക്കിനോട് ചോദിച്ചാൽ, അല്ലാഹുവിന്റെ ആകാശ ലോകമുണ്ടല്ലോ, ആകാശത്തിലുള്ള ഏത് മലക്കിനോട് ചോദിച്ചാൽ ഈ ചെറുപ്പക്കാരന്റെ പേര് പറഞ്ഞു കൊടുക്കും നബിയേ. മലക്കുകൾക്ക് പരിചയമുള്ള സ്വഹാബിയാ, അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള സ്വഹാബിയാണ്. ഈ ചെറുപ്പക്കാരനാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട്, യാ റസൂലല്ലാഹ്,
അല്ലാഹുവിന്റെ നബിയേ നന്നാകാനൊരു വഴി പറഞ്ഞതാ നബിയേ നന്മകൾ അധികരിപ്പിക്കണം നബിയേ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് കരഞ്ഞുകൊണ്ടൊരു വഴി ചോദിക്കുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ നന്നാകണമെന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാരാ